എംഗൽസും പരിണാമസിദ്ധാന്തവും ഭാഗം 2. രോമാവൃതമായ ശരീരവും വലിയ താടിയെല്ലും കൂർത്ത ചെവികളുമുള്ള കൂട്ടം ചേർന്ന മരങ്ങളിൽ പാർത്തിരുന്ന ആൾക്കുരങ്ങുകൾ മനുഷ്യനായി പരിണമിക്കുന്നതിനുവേണ്ടി നടത്തിയ കാൽവെപ്പുകളെക്കുറിച്ചാണ് എംഗൽസ് വിവരിക്കുന്നത്. കാൽമുട്ടുകൾ മടക്കി പകുതി മാത്രം നിവർന്നു നിന്നും കൈമുട്ടുകൾ നിവർത്തി കൈപ്പത്തി മടക്കി അങ്കുലീസന്ധികൾ നിലത്തമർത്തിയുമാണ് ആൾക്കുരങ്ങുകൾ നടക്കുന്നത് എന്ന് എംഗൽസ് നിരീക്ഷിക്കുന്നുണ്ട്. മുടന്തനായ ഒരാൾ ഊന്നുവടി ഉപയോഗിച്ച് നടക്കുന്നതിനോട് ഇതിനെ അദ്ദേഹം ഉപമിക്കുകയും ചെയ്യുന്നു. ആൾക്കുരങ്ങുകളുടെ ജീവിത രീതിയിൽ മരങ്ങളിൽ നിന്നിറങ്ങി നിരപ്പായ ഭൂമിയിലൂടെയുള്ള സഞ്ചാരം കൂടി ഉൾപ്പെട്ടപ്പോൾ സഞ്ചാരത്തിന് കൈകൾ ഉപയോഗിക്കുന്ന പതിവ് ക്രമേണ കുറഞ്ഞ് അവ കൂടുതൽ നിവർന്നു നിൽക്കാൻ ശീലിച്ചുവത്രേ. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ 4 കാലിലും മറ്റു ചില സന്ദർഭങ്ങളിൽ നിവർന്നു നിന്ന് 2 കാലിലും നടക്കാൻ അവ പഠിച്ചുവെന്നും എംഗൽസ് അവകാശപ്പെടുന്നു. ആൾക്കുരങ്ങിൽ നിന്നും മനുഷ്യനിലേക്കുള്ള പരിണാമത്തിന്റെ ഒരു നിർണായക ഘട്ടമായിരുന്നു ഇത് എന്നാണ് വിവരണം. അങ്ങനെ സ്വതന്ത്രമാക്കി കിട്ടിയ കൈകൾ കൊണ്ട് അധ്വാനിച്ച് ആൾക്കുരങ്ങുകൾ മനുഷ്യനായി തീർന്നുവെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. എന്നാൽ ആൾക്കുരങ്ങുകളുടെ നടത്തരീതി ഇന്നും പഴയതുപോലെയാണ്. ഏതെല്ലാം പരിണാമഘട്ടങ്ങളിൽ കൂടിയാണ് മനുഷ്യർ രൂപപ്പെട്ടതെന്ന് തെളിയിക്കുന്നതിനുവേണ്ടി ഏതാനും ആൾക്കുരങ്ങുകൾ ഇവിടെ അവശേഷിക്കുകയും ബാക്കിയുണ്ടായിരുന്നവയെല്ലാം നിവർന്നു നിന്ന് മനുഷ്യരാവുകയും ചെയ്തുവെന്നാണ് എംഗൽസ് അവകാശപ്പെടുന്നത്. അധ്വാനവും അതുമൂലമുണ്ടായ കൈകളുടെ വികാസവും കൂടിയായപ്പോൾ പ്രകൃതിക്ക് മേലുള്ള മനുഷ്യന്റെ നിയന്ത്രണം വർദ്ധിച്ചു. മനുഷ്യന്റെ കൈ അധ്വാനിക്കുന്നതിനുള്ള അവയവം മാത്രമല്ല, അത് അധ്വാനത്തിന്റെ ഉൽപ്പന്നം കൂടിയാണ് എന്നും എംഗൽസ് കൂട്ടിച്ചേർത്തു. എംഗൽസിന്റെ ഈ 2 പ്രസ്താവനകളും മത്സരത്തിലൂടെ അഥവാ അധ്വാനത്തിലൂടെ കൈകൾ കൊണ്ടാകുന്ന വികാസത്തെക്കുറിച്ചുള്ള അഥവാ പരിണാമത്തെക്കുറിച്ചുള്ള സൂചനയാണ് നൽകുന്നത്. തീർച്ചയായും മനുഷ്യരുടെ കൈകൾക്ക് അധ്വാനത്തിൽ വലിയ പങ്കുണ്ട്. അധ്വാനത്തിലൂടെ പ്രകൃതിക്ക് മേൽ എന്തൊക്കെയാണ് മനുഷ്യൻ ചെയ്തു കൂട്ടിയിട്ടുള്ളതെന്നും നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യരുടെ നിർമ്മാണ, നശീകരണ, ഉപഭോഗ പ്രവർത്തനങ്ങളുടെ ഫലമായി പ്രകൃതിയിലെ ചാക്രിക പ്രതിഭാസങ്ങളിൽ ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാക്കാനായി മനുഷ്യർക്ക് സാധിച്ചിട്ടുണ്ടെന്നും സമ്മതിക്കാം. പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന കെടുതികളെ ചെറുക്കുന്നതിന് ഒരളവുവരെയുള്ള മനുഷ്യന്റെ പ്രാപ്തിയും അംഗീകരിക്കാനാകും. എന്നാൽ ഇതൊക്കെ പ്രകൃതിക്ക് മേലുള്ള മനുഷ്യന്റെ നിയന്ത്രണമായി വിലയിരുത്തപ്പെടുന്നതും അധ്വാനം കൊണ്ട് കൈകൾക്കുണ്ടായിട്ടുള്ള പരിണാമത്തിലൂടെയാണ് ഈ നിയന്ത്രണങ്ങളൊക്കെ കൈവരിക്കാനായതെന്ന് അവകാശപ്പെടുന്നതും അംഗീകരിക്കാനാവില്ല. മനുഷ്യന്റെ കൈ അധ്വാനിക്കുന്നതിനുള്ള അവയവമാണ് എന്ന് അംഗീകരിക്കുന്നു. എന്നാൽ മനുഷ്യർക്ക് മുമ്പ് ആരൊക്കെയോ അധ്വാനിച്ചതുകൊണ്ടുണ്ടായതാണ് മനുഷ്യന്റെ ഇന്നത്തെ കൈ എന്ന തരത്തിലുള്ള പ്രസ്താവന തികച്ചും ബാലിശമാണ്. അതിനോട് പൂർണ്ണ വിയോജിപ്പാണുള്ളത്. വാനരന്റെ അവികസിതമായ കൈകൾ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായി മനുഷ്യന്റെ പൂർണ്ണമായി വികസിച്ച കൈകളായി മാറിയെന്നാണ് വിവരണം. ലക്ഷക്കണക്കിന് വർഷങ്ങൾ ജീവിച്ച ഒരു വാനരന്റെ കൈകളാണ് ഇങ്ങനെ പരിണമിച്ച് മനുഷ്യന്റെ കൈകളായി മാറിയത് എന്നാണ് അവകാശപ്പെട്ടിരുന്നതെങ്കിൽ അത് വാനരന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ് എന്ന് മടികൂടാതെ അംഗീകരിക്കാമായിരുന്നു. എന്നാൽ ആൾക്കുരങ്ങുകളുടെ ആയിരക്കണക്കിന് തലമുറകളിലൂടെ കൈമാറി കുന്നുകൂടി കിട്ടിയ ഒന്നാണ് മനുഷ്യന്റെ കൈകളെന്ന് തന്നെയാണ് എംഗൽസിന്റെയും വാദം. അധ്വാനത്തിന്റെ ഫലമായി ഓരോ തലമുറയിലൂടെയും അല്പാൽപമായി ഊറിക്കൂടി വരുന്നതായി പറയപ്പെടുന്ന ഈ മാറ്റങ്ങൾ ഡാർവിൻ ഉന്നയിച്ച അടിസ്ഥാനരഹിതമായ പാൻജനസിസ് പ്രമാണത്തിലാണോ വീസ്മാന്റെ പരാജയപ്പെട്ട ജേംപ്ലാസം സിദ്ധാന്തത്തിലാണോ കുടിയിരുത്തപ്പെടേണ്ടത് എന്ന് പരിണാമവാദികൾ വ്യക്തമാക്കണം. എംഗൽസിനെ പോലെയുള്ളവർ മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം വാദങ്ങളിലെ അയുക്തികതയും വാസ്തവവിരുദ്ധതയും മുൻ അധ്യായങ്ങളിൽ ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തുടരും. മനുഷ്യന്റെ ഉദ്ഭവം എന്ന ഗ്രന്ഥം ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.